സുഹൃത്തുക്കളെ നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം എൻ്റെ ഫോണിന് എന്തോ തകരാറ്, എനിക്കതോട്ട് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഇത് ശരിയായിരിക്കുന്നു എന്ന് തോന്നുന്നു. കുറച്ച് 2-3 വീഡിയോ എങ്കിലും ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിനി ഇടാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ സബ്ജക്റ്റാണ്. അതായത് നമുക്കെല്ലാവർക്കും ഗൗരവമായി ചിന്തിക്കേണ്ട, ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത, മറ്റുള്ള സാമൂഹ്യ തലത്തിലുള്ള വിശ്വാസങ്ങളും സാമൂഹ്യ തലത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാണ്. ഇതിൽ വലിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതായത് ഡീകോളനൈസേഷൻ ഓഫ് മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഗണിതശാസ്ത്ര ബോധനത്തിൻ്റെ അപകോളനീകരണം അനിവാര്യമാണ് എന്ന അഭിപ്രായം. അതായത് നമ്മുടെ സമൂഹം ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും കൂടുതൽ പുരോഗമനാത്മകമാവാൻ നമ്മുടെ അടുത്ത തലമുറയെങ്കിലും ശരിക്കും ഗണിതശാസ്ത്ര പഠനം അല്ലെങ്കിൽ ഗണിതശാസ്ത്രത്തിൻ്റെ സ്വാംശീകരണം വഴി ലഭ്യമാവുമെന്ന് പ്രതീക്ഷിക്കുന്ന സർഗാത്മക ശേഷി, അതല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, അതല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ആ ബോധം, ആ ശേഷി, അതിനെ നേരിടാനുള്ള ആത്മവിശ്വാസം, അതൊക്കെ തരുന്ന രീതിയിൽ ഗണിതശാസ്ത്രത്തെ പഠനത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന ഒരഭിപ്രായമുള്ളതുകൊണ്ടും, ആ ഗണിതശാസ്ത്ര ബോധനം അല്ലെങ്കിൽ ഗണിതശാസ്ത്ര വിദ്യാഭ്യാസം എന്നത് ഇന്നും കോളനി പ്രജയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുക എന്നതിൽ കൂടുതൽ, അങ്ങനെ മാർക്ക് വാങ്ങുക എന്നതിൽ കൂടുതൽ ആഴത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നത്തെ വ്യവസ്ഥയനുസരിച്ച് നടക്കില്ല. അപ്പോൾ അതിന് പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഈ ഗണിതം എന്നത് ശരിക്ക് പറഞ്ഞാൽ ഒരു മൂർത്തമായ വസ്തുക്കളുടെ ശാസ്ത്രമല്ല. അത് അമൂർത്തമായ, അതായത് വസ്തുക്കളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും അവയെക്കുറിച്ചിട്ടല്ല പഠിക്കുന്നത്. അവയുടെ സംഖ്യകൾ, അവയുടെ എണ്ണം, അവയുടെ സ്വഭാവങ്ങൾ, അവയുടെ വലിപ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ അളവുകൾ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഗണിതശാസ്ത്രത്തിലുള്ളത്. അതായത് മൂർത്തമായ വസ്തുക്കളുടെ അമൂർത്തമായ സ്വഭാവ ഗുണങ്ങളാണ്, അളവുകളാണ്, നിലവാരമാണ് യഥാർത്ഥത്തിൽ ഗണിതശാസ്ത്രത്തിൽ പഠിക്കാനുള്ളത് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, രണ്ടാമതായിട്ട് പറയാനുള്ളത്, അത് ഓരോ കാര്യവും ഞാൻ പിന്നീട് തുടർന്നുള്ള എപ്പിസോഡുകളിൽ കൂടുതൽ വിശദമായിട്ട് പറയാം. രണ്ടാമതായിട്ടുള്ളത്, ഈ NCERT എന്ന നമ്മുടെ നാഷണൽ കൾച്ചറൽ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ ഉണ്ട് തിരുവനന്തപുരത്ത്. 1964-ലോ 62-ലോ 60-കളിലാണ് അത് തുടങ്ങിയത്. അന്ന് മുതൽ എല്ലാ വർഷവും ഈ നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം പരിശോധിക്കുന്ന ഒരു ടെസ്റ്റ് അവർ നടത്തുന്നുണ്ട്. അതിൽ മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കും ഉള്ള അതേ ട്രെൻഡല്ല നമ്മുടെ
ഗണിതശാസ്ത്രത്തിനുള്ളത്. ഗണിതശാസ്ത്രത്തിൻ്റെ നിലവാരം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്നും അത് എങ്ങനെയായിട്ടുണ്ട് എന്നതും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് രണ്ടാമത്തത്. മൂന്നാമതായിട്ടുള്ളത് നമുക്കൊന്നും അറിയാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. സാധാരണ രീതിയിൽ ഇവിടെയുള്ള പൊതുബോധവും നമ്മുടെയുള്ള മാധ്യമങ്ങളും തീരെ അവഗണിച്ച കുറച്ച് സത്യങ്ങളുണ്ട് ഗണിതശാസ്ത്രത്തെക്കുറിച്ച്. ഒന്നാമതായിട്ട് ഗണിതശാസ്ത്രത്തിൽ നിന്നുള്ളതല്ല, ലോക ചരിത്രത്തിൽ മനുഷ്യൻ്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ പൂജ്യം അത് കണ്ടെത്തിയത് നമ്മളാണ്. എട്ടുകാലി മുഞ്ഞ് പറഞ്ഞ പോലുള്ള അതല്ല, ശരിക്കും നമ്മളാണ് ഈ ഇല്ലാത്ത ഒരു വസ്തു സങ്കല്പിക്കുകയും ഇല്ലാത്ത വസ്തുവിൻ്റെ എണ്ണം സങ്കല്പിക്കുകയും അതിന് പൂജ്യം എന്നുള്ള ഒരു അടയാളം ഇടുകയും അത് നമ്മളെ ലേഖന സമ്പ്രദായം നമ്പറുകളുടെ ലേഖന സമ്പ്രദായത്തിൽ ഉൾച്ചേർത്തിട്ട് നമ്മളെ ദശാംശ ലേഖന രീതി, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലേഖന രീതി ഉണ്ടല്ലോ, ആ രീതി കൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ആകെ 10 അടയാളങ്ങളെ കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ലോകത്തുള്ള ഏത് സംഖ്യകളും എഴുതാൻ കഴിയും. ആ രീതി മറ്റുള്ള രാജ്യങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ഈ കൂട്ടലും കിഴിക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്നെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനും അതുല്യനുമായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്നെ പറഞ്ഞത്, വി ഓ എ ലോട്ട് ടു ഇന്ത്യൻസ് who taught us how to count, without which no worthwhile scientific discoveries would have done. അതായത് ഇന്ത്യക്കാരോട് നാം വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം അവരാണ് നമ്മെ എണ്ണാൻ പഠിപ്പിച്ചത്. അതില്ലായിരുന്നെങ്കിൽ ഒരു സാർത്ഥകമായ കണ്ടുപിടുത്തങ്ങളും സാധ്യമാകുമായിരുന്നില്ല എന്ന്. അപ്പോൾ അതിൽ ഈ ദശാംശ സമ്പ്രദായവും പൂജ്യമാണ് എന്നിട്ട് പറയണം. പിന്നെ വേറൊന്ന്, നമ്മൾ ഈ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മേലുള്ള കുട്ടികൾക്കുള്ളതാണ് ഈ കാൽക്കുലസ്. ഇതും യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സംഭാവനയായിരുന്നു. പക്ഷേ പിന്നീട് ഏകദേശം 100 വർഷത്തിന് ശേഷം ഉണ്ടായ യൂറോപ്യന്മാർ അത് കണ്ടെത്തിയെങ്കിലും അവരുടെ പേരിലാണ് ഇന്നും അത് അറിയപ്പെടുന്നത്. അതായത് ന്യൂട്ടൻ്റെയും ലിബ്നിസിൻ്റെയും അങ്ങനെ 2 പേരുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. ശരിക്കും അവരുടെയും കാലത്തിന് മുമ്പ് നമ്മുടെ കേരളത്തിലെ ഇരിഞ്ഞാലക്കുടക്കടുത്തുള്ള സംഗമമാധവൻ്റെ പേരിലാണ് ഇന്ന് അത് ലോകം അറിയപ്പെടുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഭാരതത്തിന് അതുല്യമായ ഒരു പാരമ്പര്യം ഗണിതശാസ്ത്രത്തിലുണ്ടായിരുന്നു. അത് നമുക്ക് പ്രത്യേകിച്ചും ഈ വെള്ളക്കാരൻ്റെ ആ മുഖം കണ്ടതിന് ശേഷം അത് പൂർണ്ണമായിട്ടും നമുക്ക് തകർന്നിട്ടുണ്ടെന്നർത്ഥം. ആ തകർച്ചയ്ക്ക് എന്താണ് കാരണം എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മളെ പ്രശ്നം എന്താണെന്നും എന്തായാലും നമ്മളെ ആ രക്തം ഇവിടെ ഇപ്പോഴും ഉണ്ടല്ലോ, ആ ജീനുകൾ ഇപ്പോഴും നമ്മളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളിൽ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ആ ഔന്നിത്യം, ആ ഉയർന്ന നിലവാരം നഷ്ടപ്പെട്ടു പോയി? ലോകത്തിൽ തന്നെ മോശമല്ലാത്ത നിലവാരത്തിലുണ്ടായിരുന്ന നമ്മൾ എന്തുകൊണ്ടാണ് പിറകോട്ട് പോയത് എന്നതാണ് അതായത് പ്രതാപത്തിനുള്ള നഷ്ടത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്. പിന്നെ ആ നഷ്ടകാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ 1835 നമ്മളെ മെക്കാളെ പ്രഭു എന്ന ലോർഡ് മെക്കാളെ
കൊണ്ടുവന്ന ഒരു പുതിയ രീതിയുണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രീതി. ആ വിദ്യാഭ്യാസ രീതിയിലൂടെയാണ് ഇപ്പം നമ്മളെ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇംഗ്ലീഷിലാണ് യഥാർത്ഥത്തിൽ താഴെ മുതൽ മേലെ വരെയുള്ള വിദ്യാഭ്യാസമൊക്കെ നടക്കുന്നത്. ഇത് നടക്കുന്നതിന് അതുകൊണ്ട് തന്നെയാണ് അതിനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത്. ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രീതിക്ക് ഇതിൽ വല്ല കാര്യമുണ്ടോ? ഈ ബോധനം മറ്റൊരു ഭാഷയായാൽ കണക്ക് കൂടുതൽ പഠിയോ അതോ കുറഞ്ഞ് പഠിയോ? കണക്ക് സ്വാംശീകരിക്കാനുള്ള കഴിവ് കൂടുകയാണോ കുറയുകയാണോ? മാതൃഭാഷയല്ലാത്ത ഒരു വരേണ്യ ഭാഷ അല്ലെങ്കിൽ വലിയ ആൾക്കാരുടെ ഭാഷ, നമ്മളെ ഉടമകളുടെ ഭാഷ സ്വീകരിച്ചാൽ എന്നത് നമുക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് അതായത് യഥാർത്ഥത്തിൽ നമ്മളെ സർഗാത്മകമായ കഴിവുകൾ, അതായത് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ആത്മവിശ്വാസവും കണ്ടെത്താനുള്ള നമ്മുടെ ത്വരയും, അത് യഥാർത്ഥത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? ഈ പ്രജാവിദ്യാഭ്യാസ രീതി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അതിന് യഥാർത്ഥത്തിൽ നമ്മളെ കുട്ടികളൊക്കെ ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾ മുതൽ റിസർച്ചിന് പഠിക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും അതേപോലെ തന്നെ അധ്യാപകരും അവരൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജോലി കൊണ്ട് പോലും നടക്കാത്ത കാര്യം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നടക്കുക? ഇങ്ങനെ കൂടുതൽ ബാഹ്യ സമ്മർദ്ദങ്ങളെ കൊണ്ട് കുറേ ജോലികൾ ചെയ്താൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുമോ? അതോ യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ കളിക്കുകയാണോ വേണ്ടത്? ഈ ലീലാവിലാസങ്ങളാണോ? അല്ലെങ്കിൽ സ്വന്തം ആസ്വദിക്കാനുള്ള ലീലാവിലാസങ്ങൾക്കുള്ള സമയം, അതേപോലെ തന്നെ സ്വന്തം സ്വപ്നം കാണാനുള്ള അവസ്ഥയും ആണോ യഥാർത്ഥത്തിൽ മനസ്സ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പോൾ അതാണ് അടുത്തത്. പിന്നെ അടുത്തതായിട്ട് ഈ കാരണത്തിന് യഥാർത്ഥത്തിൽ ഈ യൂറോപ്യൻ അധിനിവേശത്തിന് വല്ല പങ്കുണ്ടോ? അതായത് യൂറോപ്യന്മാർ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ നന്നായിട്ട് പുതിയ പുതിയ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രത്തിൽ വികാസം ഉണ്ടാക്കാൻ വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസമാണോ നമുക്ക് തന്നത്? അതായത് ആ പ്രജകൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസമാണോ തന്നത്, അതോ ഉടമയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ പൗരനാവശ്യമായ വിദ്യാഭ്യാസമാണോ തന്നത് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ആ പ്രജാവിദ്യാഭ്യാസ രീതി വെള്ളക്കാരൻ 170-190 വർഷങ്ങളോളം 120 വർഷത്തോളം ഇവിടെ നടപ്പാക്കി പ്രചരിച്ച വിദ്യാഭ്യാസ രീതി, അതായത് പ്രജാവിദ്യാഭ്യാസ രീതി കൂടുതൽ കാര്യക്ഷമമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ പുരോഗമനം സിദ്ധിച്ച, ജനാധിപത്യം കിട്ടിയ, സ്വാതന്ത്ര്യം ലഭിച്ച നമ്മളെ നാട്ടിൽ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ നമ്മുടെ ഭരണ നേതൃത്വം നടത്തിയത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രജാവിദ്യാഭ്യാസം എങ്കിലും നന്നാക്കണം എന്നുള്ളത് അത് ശരിയാണ്, ആ കാലത്ത് ആവശ്യമായിരുന്നായിരിക്കാം. പക്ഷേ അതിന് ഇനി നമ്മളെ ഈ ഭൂമി തന്നെ, ഈ ലാൻഡ്, ഈ മണ്ണ് നമ്മുടെ സ്വന്തമാണെന്നും ഇവിടെ ആര് എങ്ങനെ എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ സ്വഭാവമുള്ളവരാണ് ഭരിക്കേണ്ടത് എന്നും തീരുമാനിക്കാൻ കഴിവുള്ള ഉടമകളാണ് യഥാർത്ഥത്തിൽ പൗരൻ. നേരെ മറിച്ച് പ്രജ അങ്ങനെയല്ല. പ്രജ എന്ന് പറഞ്ഞാൽ അവന് പ്രത്യേകമായിട്ട് തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. മുതലാളി അല്ലെങ്കിൽ അവൻ്റെ ഉടമ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഈ അടിച്ചേൽപ്പിച്ച ഭൗതിക സാഹചര്യങ്ങൾ
വാക്കനുസരിച്ച് നീങ്ങുന്ന ഒരാളാണോ യഥാർത്ഥത്തിൽ ഒരു പരമാധികാര ജനാധിപത്യ സമൂഹത്തിലെ വ്യക്തി അല്ലെങ്കിൽ പൗരൻ എന്നത് നമുക്ക് അതിന് വേണ്ട രീതിയാണോ, അതിന് വേണ്ട സാഹചര്യങ്ങളാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൗരനായി ജീവിക്കാൻ വേണ്ട പരിശീലനങ്ങളാണോ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതിന് നമ്മളെ സ്കൂളുകളിലും നമ്മളെ വിദ്യാലയങ്ങളിലും ഒക്കെ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു പരമാധികാര സ്വതന്ത്ര സമൂഹത്തിൻ്റെ സാഹചര്യങ്ങളും അവസ്ഥയുമാണോ ഉള്ളത്? അങ്ങനെയുള്ള അവസ്ഥയിലല്ലേ യഥാർത്ഥത്തിൽ അവൻ വലുതായാലും കൂടുതൽ കാര്യക്ഷമമായും പ്രൊഡക്റ്റീവായും ക്രിയേറ്റീവായും അല്ലെങ്കിൽ സർഗാത്മകമായും പെരുമാറാൻ അവന് കഴിയുക എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് ആലോചിക്കാൻ. എന്തായാലും ഈ അടുത്തതായിട്ട് പറയാനുള്ളത്, ആറാമത്തതായിട്ട്, സ്വാതന്ത്ര്യലബ്ധി കൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിലും പ്രത്യേകിച്ച് ഗണിതത്തിലും അപകോളനീകരണം നടന്നില്ല, ഡീകോളനൈസേഷൻ നടന്നില്ല, നിർഭാഗ്യവശാൽ നടന്നില്ല. യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഗണിതശാസ്ത്രത്തിൽ ഡീകോളനൈസേഷൻ നടക്കാതിരുന്നത് കൊണ്ട് തന്നെ ഈ കുഞ്ഞിൻ്റെ സർഗാത്മകത, ആത്മവിശ്വാസം, സ്വസംസ്കാരത്തോടും സ്വദേശത്തോടുമുള്ള, സ്വകുടുംബത്തോടും സ്വന്തം സമൂഹത്തോടുമുള്ള അഭിമാനം, അതായത് സ്വാഭിമാനം, പിന്നെ ഈ സ്വതന്ത്ര പരിസരം, അതാണ് ഏറ്റവും പ്രത്യേകിച്ച്. സ്വതന്ത്രമായ ഒരു പരിസരത്ത് സാർത്ഥകമായി ജീവിക്കുക, അതായത് അവന് മുന്നേറാൻ, സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ മുന്നേറാനുള്ള കഴിവ്. ഇത് സാധാരണ അടച്ചിട്ട് ഇരിക്കുന്ന ഒരു ജീവിയെ പെട്ടെന്ന് തുറന്നു വിട്ടാൽ ആ സ്ഥിതി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിൽ എങ്ങനെ നന്നായിട്ടും മാന്യമായിട്ടും അന്തസ്സായിട്ടും സൃഷ്ടിപരമായിട്ടും പ്രവർത്തിക്കണം എന്നതിൻ്റെ പരിശീലനമാണ് യഥാർത്ഥത്തിൽ ഒരു പൗരവിദ്യാഭ്യാസത്തിൽ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഒരു ഉടമയുടെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവേണ്ടത്. നേരെ മറിച്ച് അങ്ങനെയുള്ള യാതൊരു സ്വാതന്ത്ര്യവും, അങ്ങനെയുള്ള യാതൊരു വിവേചനാധികാരവും ഒരിക്കലും ഒരു പ്രജാവിദ്യാഭ്യാസത്തിൽ കൊടുക്കാനും പറ്റില്ല. അതാണ് വെള്ളക്കാരൻ നമുക്ക് തന്നത്, അത് അതേപടി തുടരാമെന്ന് നമ്മൾ ചെയ്തു. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഈ ചൈനയുടെ കുതിപ്പാണ്. അത് നമ്മളിവിടെ ശ്രദ്ധിക്കണം. ആ ചൈനയിൽ ഗണിതശാസ്ത്രത്തിൽ അവർ വളരെ മുമ്പ് തന്നെ, മറ്റെന്തോന്നും എനിക്കറിയില്ല, ഞാൻ ഇത് വായിച്ചതുകൊണ്ട് പറയാണ്, അവർ ഗണിതശാസ്ത്ര ബോധനം തികച്ചും വ്യത്യസ്ത രീതിയിലാണ്. അതായത് ഒരു പാരഡിഗം ഷിഫ്റ്റ് തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡിസ്കവറി മെത്തേഡ് എന്നാണ് അവർ പറയുന്നത്. അവിടെ യഥാർത്ഥത്തിൽ കുട്ടികളെ കണക്ക് പഠിപ്പിക്കില്ല, അവർ പ്രവർത്തനങ്ങളിലൂടെ സ്വയം എത്തിച്ചേരുന്ന നിഗമനങ്ങൾ മാത്രമാണ് അവർക്ക് കണക്ക് നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്തായിരിക്കും ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നിലവിലിരിക്കുന്ന ഒരു ഗണിത പ്രശ്നം? അത് ഗണിത പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ സാധാരണ കവിഞ്ഞ ഒരു പ്രശ്നമായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതൊരു അമൂർത്തമായ സാധനമാണ്. അതായത് ഈ മൂർത്തമായ വസ്തുക്കളുടെ സ്വഭാവം കൊണ്ട് പഠിച്ചിട്ട് വേണം നമുക്ക് ഈ ഗണിത ക്രിയകളിലേക്ക് കടക്കാൻ നടത്തും. അതിന് പറ്റിയ രീതിയിലുള്ള ക്ലാസ്സുകളാണ് അവിടെ ഉണ്ടാകുന്നത്. അത് കാരണം അവർക്കുള്ള ഏറ്റവും വലിയ മെച്ചം എന്താ വെച്ചാൽ, ആദ്യം ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നം അജ്ഞാതമാണ്, അതിനെ നേരിടുന്നത് എങ്ങനെയാണെന്നുള്ളതിനുള്ള കുറേ സാഹചര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അധ്യാപകൻ്റെ ജോലി. അതല്ലാതെ അധ്യാപകന് മറ്റ് ജോലിയൊന്നുമില്ല. അങ്ങനെ ആ കുഞ്ഞത് കണ്ടെത്തുന്ന, അവർ കൂട്ടായിട്ടും സ്വന്തമായിട്ടും അത് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. ഇല്ലാത്ത കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ സ്വയം നേടാൻ, സ്വയം കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഈ ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈ
കഴിഞ്ഞ 30 വർഷം അല്ലെങ്കിൽ 35 വർഷമായിട്ട് അല്ലെങ്കിൽ 40 വർഷം തന്നെ പറയാം, 40 വർഷമായിട്ട് ചൈനക്കുണ്ടായ ഏറ്റവും വലിയ, ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ മുന്നേറ്റങ്ങൾക്കൊക്കെയുള്ള യഥാർത്ഥ മരുന്ന് അതായിരുന്നു. യഥാർത്ഥ വെടിമരുന്നായിരുന്നു അത്. അത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ എന്താണ് എക്സ്പ്ലോഷൻ തന്നെ ഭയങ്കരമാക്കിയതിന് ഏറ്റവും നല്ല തെളിവാണ്. ഒന്ന്, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ മതി, ഈ യൂട്യൂബിലെ ഗൂഗിളിൽ നോക്കിയാൽ മതി, നാഷണൽ ആവറേജ് ഓഫ് IQ അല്ലെങ്കിൽ ആവറേജ് ഓഫ് നാഷണൽ IQ, അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചൈന വളരെ പെട്ടെന്ന് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ കണ്ടെടുത്തോളം ഓൽക്ക് ഒരു ഏകദേശം 0.8, അതായത് ഒന്നില്ല, IQ നിലവാരം അളക്കുന്ന ഒരു ഇതുണ്ട്, അതിനാണ് IQ, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് എന്നാണ്. അത് 0.8 ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം ഈ ഗണിതശാസ്ത്ര ബോധനത്തിലുള്ള പുതിയ അവരുടെ രീതികളാണെന്നർത്ഥം. അപ്പോൾ അതൊന്ന്. പിന്നെ രണ്ടാമത്തെ അവരുടെ IQയിലെ മാറ്റത്തിന് പുറമെ ഈ കഴിഞ്ഞ 10-30 വർഷത്തോളമായിട്ട് നിങ്ങൾ നോക്ക്, ഈ നമ്മുടെ എല്ലാ വർഷവും ഒരു മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് നടക്കാറുണ്ട്. അതിൽ സ്വർണ്ണ മെഡൽ ആകെ 2-3 കൊല്ലം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ അവർക്ക് തന്നെയാണ്. അതാണ് അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ഇതാണ് അടുത്തതായിട്ട്. പിന്നെ ഈ മൂന്നാമതായിട്ട് അവരുടെ എല്ലാ ശാസ്ത്ര സാങ്കേതിക പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ മിലിറ്ററി രംഗത്തൊക്കെയുള്ള അവരുടെ അസാമാന്യമായ, ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത കുതിപ്പുകൾ, ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഈ അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ വീക്ഷണത്തിലും അവരുടെ മാനസിക ശേഷിയിലും ഉള്ള കഴിവാണ് നമുക്ക് ബോധിപ്പിക്കുന്നത്. അതിനൊക്കെ നമ്മളെ പുതിയ രീതിയിലുള്ള ഗണിതശാസ്ത്ര ബോധനം അവർ സഹായിച്ചിട്ടുണ്ടാവാം. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഏറ്റവും വലിയ സങ്കടമാണ്. അതായത് ഇന്ത്യയുടെ നഷ്ടപ്പെടുന്ന വ്യാപ്തി. അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഈ മസ്തിഷ്കത്തിൻ്റെ, യഥാർത്ഥത്തിൽ നമുക്കൊക്കെ അറിയാം ഈ എല്ലാ വികസനത്തിൻ്റെയും യഥാർത്ഥ മരുന്ന് മനുഷ്യ മസ്തിഷ്കമാണെന്ന്. ഈ മനുഷ്യ മസ്തിഷ്കം ഏറ്റതുള്ളത് യഥാർത്ഥത്തിലുള്ളത് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ ഇന്ത്യ 5 കോടിയോളം നമ്മൾ കൂടുതലാണ് അവർ. ഇന്ന് നമ്മൾ അവരെ മറികടന്നിരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യ മസ്തിഷ്കം കൂടുതൽ സാർത്ഥകമായിട്ട് ഉപയോഗിച്ച് അതിനെ പരമാവധി വികസിപ്പിച്ചാൽ യാതൊരു സംശയമില്ല നമുക്ക് അവരെ തോൽപ്പിക്കാനുള്ള എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. കാരണം ഈ മനുഷ്യ മസ്തിഷ്കം നമ്മൾ തൂക്കി നോക്കിയാൽ നമുക്ക് അവരെക്കാളും കൂടുതലുണ്ട്. അത് വേണ്ട രീതിയിൽ പരിപോഷിപ്പിക്കുക, ചെറുപ്പം മുതൽ അതിന് വേണ്ട പരിശീലനങ്ങളും പ്രയോഗങ്ങളും നടത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. അതായത് എന്ന് വെച്ചാൽ കുട്ടി ജനിച്ച അന്ന് മുതൽ ഓരോ കുഞ്ഞും അനർഘമാണെന്നും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കഴിവുകൾ നിസ്സീമമാണെന്നും അത് ലോകത്തിൽ ഏറ്റവും ഉന്നതമാണെന്നും എന്ന ബോധ്യം നമുക്കുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ ഓരോ കുഞ്ഞും അനർഘവും അനുപമവും അവരുടെ അന്തർലീനമായ ശേഷികൾക്കനുസരിച്ച് സ്വന്തമായി പാഠവും ടെക്സ്റ്റ് ബുക്കും തയ്യാറാക്കാൻ കഴിവുള്ള തയ്യാറാകുന്ന
ഗുരുവര്യന്മാരാവണം നമ്മുടെ അധ്യാപകർ, അധ്യാപികമാർ. ഇത്തരം അധ്യാപകനും വിദ്യാർത്ഥിക്കും ബാഹ്യ സമ്മർദ്ദങ്ങൾ ഒന്നും മുക്തരായി അവരുടെ മഹത്തായ ഈ കർമ്മത്തിൽ, ഏത് കർമ്മം? അതായത് കുഞ്ഞിൻ്റെ വിദ്യകളുടെ അഭ്യസനം എന്ന കർമ്മത്തിൽ സദാസമയം നിരതരാവാൻ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ പ്രതിഫലവും അംഗീകാരവും നൽകുന്ന സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ബഹുമാനിക്കപ്പെടുന്ന ആൾക്കാരായിരിക്കണം ആരെ? ഈ അധ്യാപകരെന്നർത്ഥം. അവർക്ക് വേണ്ട കൂലിയും പ്രതിഫലവും സാമൂഹ്യമായിട്ടും സാമ്പത്തികമായും സമൂഹം നൽകണം. അതുവഴി തങ്ങളുടെ അരുമകളായ വിദ്യാർത്ഥികളുടെ ഭാവിയിലുള്ള എല്ലാ വിജയക്കുതിപ്പുകൾക്കും അടിത്തറ പണിയുന്നവരാവണം യഥാർത്ഥത്തിൽ ഗുരുക്കന്മാർ. അതിനായിട്ട് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാവണം യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കും. അതായത് ഞാൻ പറഞ്ഞു വന്നത് അത് വലിയ പ്രയാസമൊന്നുമില്ല. ഈ കുഞ്ഞ് എത്ര കണ്ട് നന്നായിട്ട് അഭിവൃദ്ധിപ്പെടുന്നോ വികസിക്കുന്നോ അതിനനുസരിച്ച് അവന് കൂടുതൽ ശമ്പളമോ അല്ലെങ്കിൽ കൂടുതൽ വരുമാനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം കുട്ടി അധ്യാപകനും കൊടുത്താൽ മതി. അത് നമ്മൾ ഉറപ്പുവരുത്തി, ഈ നിയമം കൊണ്ട് ഉറപ്പുവരുത്തിയാൽ മതി. ഇപ്പോൾ നമ്മൾ മാതാപിതാക്കൾക്ക് ഒരു ജീവനാംശം കൊടുക്കാനുള്ള നിയമം ഇവിടെ ഉണ്ടല്ലോ, അതേപോലെ ഒരു നിയമം പാസ്സാക്കിയാൽ തന്നെ ഈ എല്ലാ അധ്യാപകനും തൻ്റെ കുഞ്ഞിനെ പരമാവധി അവൻ്റെ കഴിവുകൾ മനസ്സിലാക്കി പരമാവധി വികസിപ്പിക്കാൻ വേണ്ട അത് മാത്രം ആലോചിക്കുന്ന അധ്യാപകരാകും. അപ്പോൾ അങ്ങനെ അധ്യാപകനും വിദ്യാർത്ഥിക്കും ഭയങ്കരമായ മാറ്റങ്ങൾ മാത്രമല്ല അവരുടെ വിമോചനവും ഇതോടുകൂടി ഉണ്ടായാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ഗണിതശാസ്ത്രത്തിൻ്റെ ബോധനത്തിലുള്ള അപകോളനീകരണം അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ലോകത്തിനൊക്കെ മാതൃകയായിക്കൊണ്ട് ലോകത്തിനെ മുഴുവൻ സഹായിക്കുന്ന ഈ രീതിയിൽ ഒന്നായിട്ട് മുന്നേറാനുള്ള കുതിപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സാർത്ഥകമായ പങ്ക് നമുക്കുണ്ടാവണം എന്ന നിലക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇതൊക്കെ ഇത് കൂടുതൽ അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാക്കാമെന്ന് വിചാരിക്കണം. പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. പരമാവധി ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടാവണം. ഇതിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഏകദേശം 10ഓളം കാര്യങ്ങളുണ്ട്. ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഇനി സംസാരിക്കുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുന്നു.